ഗായ്സ് വെൽക്കം ടു മെഡ്ഹെഡ്. നോക്കാൻ പോകുന്നത് ഹാലൂസിനോജൻസ് ആണ് കേട്ടോ. നമുക്കങ്ങനെ മെഡിസിനൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ എല്ലാ ഡ്രഗ് നമ്മൾ മെഡിസിനിൽ യൂസ് ചെയ്യുന്നില്ല. അകപ്പെട്ട കീറ്റാമിൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഡിസോസിയേറ്റീവിൽ. ബാക്കിയെല്ലാം എന്താണ് അങ്ങനെ യൂസ് ചെയ്യാത്ത ഡ്രഗാണ്. സോ ഹാലൂസിനോജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, മറ്റേ ഓൾ ദ ടിംഗ്ലിംഗ് സ്റ്റാർസ് ആർ ലൈക്ക് വണ്ടേഴ്സ് ഓഫ് ബ്ലബ്ല ഇല്ലേ, ആ പരിപാടി തന്നെ. പുതിയൊരു ലോകം കിനാവിൻ്റെ ആ പരിപാടിയാണ്. അതായത് നമുക്ക് പുതിയൊരു സംഭവമായിട്ട് തോന്നുക, പുതിയ ശബ്ദങ്ങൾ കേൾക്കുക, കളറുകൾ കാണുക, ഇത് കഴിച്ച് കഴിയുമ്പോൾ കേട്ടോ ഉള്ളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മളെ റിയൽ ടൈം എന്ന് പറയുന്ന സാധനം ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. നമുക്ക് വേറെ എന്തോ എവിടെയൊക്കെ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഒറിജിനലായിട്ടൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് പറഞ്ഞ ടൈം കണ്ട ഭയങ്കര സിമ്പിളാണ്, അത്രേ ഉള്ളൂ. സോ 2 ടൈപ്പിലാണ് നമുക്ക് ഹാലൂസിനോജനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫേസ്റ്റ് വൺ ഈസ് ക്ലാസിക് ഹാലൂസിനോജൻ. സോ ഇവിടെ എന്ന് വെച്ചാൽ വിഷ്വൽ ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്നു. നമുക്ക് കാണുന്നതും കേൾക്കുന്നതും രണ്ടായിട്ട് തോന്നുക, അല്ലെങ്കിൽ വേറിട്ട് തോന്നുക എന്നുള്ളതാണ്. നമുക്ക് സെൻസറി എക്സ്പീരിയൻസുകൾ മിക്സ്ഡ് ആയിട്ട് തോന്നുക കേട്ടോ. എക്സാമ്പിൾ LSD, സിലോസെബിൻ ആൻഡ് POT ആൻഡ് BMT ആണ്. സോ LSD ആണ് നമുക്ക് നോക്കേണ്ടത്. ഇത് നമ്മൾ മെഡിസിനിൽ യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ ഡിസോസിയേറ്റഡ് ഡ്രഗ് ആണ്. നമുക്ക് നമ്മുടെ ശരീരം ഉടലും വിട്ടുപോകുന്നു പറയില്ലേ, ആ ഒരു പരിപാടിയാണ്. അതായത് നമുക്ക് നമ്മളെ ഒറിജിനലി നിന്ന് എന്തോ വിട്ടുപോകുന്നു, നമ്മുടെ ആത്മാവൊക്കെ വിട്ടുപോകുന്നു പറയില്ലേ. നമ്മൾ പറയില്ലേ കഞ്ചാവ് അടിച്ചിട്ട് അതെ എൻ്റെ ആത്മാവത പറന്നു പോകുന്നു എന്ന് പറയില്ലേ, ആ പരിപാടിയാണ് കേട്ടോ. സോ PCP, കീറ്റാമീൻ ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ് വരുന്നത് കേട്ടോ. ഇത്തരം ഡ്രഗ്സ് ആണ് എക്സാമ്പിൾ വരുന്നത്. ഭയങ്കര സിമ്പിളാണ്, അധികമൊന്നും അവിടെ പറയാനായിട്ടൊന്നും ഇല്ല. LSD എന്ന് പറഞ്ഞാൽ പവർഫുൾ വിഷ്വൽ ഹാലൂസിനോജൻ അല്ലെങ്കിൽ മൂഡ് ഓൾട്ടറേഷൻ ആണ്. 1938 ആൽബർട്ട് ഹോഫ്മാൻ ആണ് ഈ എർഗോട്ട് ഫംഗസിൽ നിന്ന് ഡെവലപ്പ് ചെയ്തത്. ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ, പക്ഷെ ടോളറൻസ് ഉണ്ടാവാറുണ്ട്. അതായത് എത്ര നമ്മളെ കൂട്ടി കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അങ്ങനെ ഡ്രഗിൻ്റെ ബേസ് ചെയ്ത് പഠിക്കാനൊന്നും ഇതിനകത്തൊന്നും ഇല്ല. സോ യുഫീറിയ, വിഷ്വൽ ഹാലൂസിനേഷൻ, അല്ലെങ്കിൽ മൂഡ് മാറുക, ടെമ്പറേച്ചർ കൂടുക, ഹാർട്ട് റേറ്റ് കൂടുക, BP കൂടുക, സെറ്റിംഗ് ഉണ്ടാവുക, ഡിസിനസ് ഉണ്ടാവുക, വിശപ്പില്ലായ്മ, ഡ്രൈ മൗത്ത്, ഇതൊക്കെയാണ് കൂടുതലും എഫക്റ്റുകൾ പറയുന്നത്. ഇനി അത് മാത്രമല്ല ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു ഡ്രഗും കൂടെയാണ് LSD എന്ന് പറഞ്ഞത് കേട്ടോ, ലീഡിങ് ടു എക്സ്ട്രീം ആങ്സൈറ്റി, ഡിപ്രഷൻ. സോ നമുക്ക് ക്ലിനിക്കലി പഠിക്കാനൊന്നും ഇല്ല ഇതിനകത്ത്. ക്ലിനിക്കലി നമ്മൾ ഒന്നും പഠിക്കേണ്ട ആവശ്യം അധികമായിട്ട് വരുന്നില്ല, കാര്യം മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. സോ നെക്സ്റ്റ് വൺ ഈസ് സിലോസിബിൻ ആണ്. സോ മാജിക് മഷ്റൂം എന്ന് കേട്ട് ഉണ്ടാവില്ലേ, അത് തന്നെയാണ്. ഏകദേശം 200 ടൈപ്പ് മാജിക് മഷ്റൂംസ് ഉണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല കേട്ടോ. സോ എഫക്റ്റ് പറയുകയാണെങ്കിൽ റിലാക്സേഷൻ, സ്പിരിച്വൽ എക്സ്പീരിയൻസ്. സോ നമ്മൾ എന്താണ് ആത്മീയമായി പോകുന്നൊക്കെ പറയുന്നത്, അമ്മരെല്ലാം കഞ്ചാവാന്ന്, എല്ലാം മാജിക് മഷ്റൂമാണ് കേട്ടോ. സോ നൗസിയ, പിന്നെ അതൊക്കെ ഉണ്ടാവും, വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. സോ ഇത് നമ്മൾ ടീയുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ നോർമലി മഷ്റൂം ഒക്കെ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. കണ്ടോ, മെഡിസിൻ യൂസ് നമുക്കൊന്നും ഇല്ല. സോ നെക്സ്റ്റ് വൺ ഈസ് POT ആണ്, മിസാലിൻ ആണ്. സ്മോൾ കാക്ടസ് ആണ് കേട്ടോ. അതിൽ മിസാലൈൻ എന്നൊരു സാധനം ഉണ്ട്. ഓൾഡസ്റ്റ് നോൺ ഹാലൂസിനോജൻ ആണ്. സോ ഹാർട്ട് റേറ്റ് കൂട്ടുക, ടെമ്പറേച്ചർ കൂട്ടുക, വൊമിറ്റിംഗ് വരിക, ഫ്ലഷിങ്, റെഡ്നെസ് കാണിക്കുക, എക്സ്ട്രീം സ്വെറ്റിംഗ് ഉണ്ടാവുക, കോർഡിനേഷൻ പ്രോബ്ലം. അതായത് മറ്റേ പണ്ടൊരു ഇൻസ്റ്റഗ്രാം വീഡിയോ ഉണ്ട്, നൂല് കൂർക്കാൻ പറയുമ്പോൾ നൂല് കൂർക്കാൻ പറ്റുന്ന അവസ്ഥ, കോർഡിനേഷൻ ഉണ്ടാവാണ്ടിരിക്കുകയൊക്കെയാണ്. സോ ഇത് നമുക്ക് സോക്ക് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ക്യാപ്സൂളാക്കിയിട്ടോ പുക വലിച്ചോ ചുരുട്ടിയൊക്കെ നമുക്ക് വലിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ എനിക്കറിയാൻ മേല, അതുകൊണ്ടാണ് ഞാൻ നിഷ്കളങ്കനായിട്ട് എനിക്ക് ഇതിനെ പറ്റി വലിയ ഗ്രാഹ്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കതിൽ LSD മാത്രം നോക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ, ബാക്കിയൊക്കെ ജസ്റ്റ് റെഫറൻസ് ആണ്. നെക്സ്റ്റ് മീൻസ് DMT ആണ്. നാച്ചുറലി ഒക്കറിങ് ആണ്. ആമസോൺ കാടുകളും വനാന്തരങ്ങളിലും കാണുന്നതാണ് പറയപ്പെടുന്നത്. സ്മോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എഫക്റ്റ് ഹാലൂസിനോജൻ തന്നെയാണ്. ഹാർട്ട് റേറ്റ് കൂടുക, വൊമിറ്റിംഗ് ഉണ്ടാവുക, അതൊക്കെ തന്നെയാണ്. ഹിപ്നോട്ടൈസേഷൻ ഉണ്ടാവും എന്നാണ്. പിന്നെ അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, മരിക്കാൻ പോകുന്നു എന്ന് പോലും തോന്നും എന്നാണ് പറയുന്നത് DMT കഴിക്കുമ്പോൾ കേട്ടോ. അൺയൂഷ്വൽ ആയിട്ട് ലൈക്ക് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് PCP ആണ്. PCP ഡെവലപ്ഡ് ആസ് എ ജനറൽ അനസ്തെറ്റിക് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്, പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. PCP വൈറ്റ് ക്രിസ്റ്റലിൻ ആണ്. യുഫോറിയ ഉണ്ടാക്കുക, സ്റ്റേറ്റ് ഓഫ് വിൽബീങ് യുഫോറിയ വരട്ടെ, നമുക്ക് നല്ല ആയിട്ട് തോന്നുക, സ്ട്രെങ്ത് ആൻഡ് ഡിസോറിയൻറ്റേഷൻ ഒക്കെയാണ് ഉണ്ടാവുക, ആങ്സൈറ്റി, അമ്നീഷ്യ, അതൊക്കെയാണ്. ഓറലി എടുക്കാം, സ്മോക്ക് ആൻഡ് ഇഞ്ചക്ഷനായിട്ടൊക്കെ എടുക്കാം, അതൊക്കെയാണ് PCP എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് കീറ്റാമൈൻ. ഇത് നമ്മൾ ഓൾറെഡി ജനറൽ അനസ്തെറ്റിക്സിൽ പഠിക്കും. ഹ്യൂമനിൽ ആനിമൽ യൂസും കീറ്റാമൈൻ ഉണ്ട്. ഡിസോസിയേറ്റീവ് എഫക്റ്റ് പോപ്പുലർ ഡ്രഗാണ്. ക്ലബ് ഡ്രഗ് എന്നും പറയാറുണ്ട് കേട്ടോ. ഡിസോസിയേറ്റീവ് എഫക്റ്റ് ആയതുകൊണ്ട് ക്ലബ് ഡ്രഗ് എന്നും പറയാറുണ്ട്. ക്ലിയർ ലിക്വിഡ് വൈറ്റ് പൗഡറാണ്. പിന്നെ സ്മോക്കിംഗ്, ഇഞ്ചക്ഷൻ, മിക്സിങ് ഇൻ ഡ്രഗ്സ്. അതായത് നമുക്ക് കീറ്റാമൈൻ ജനറൽ അനസ്തെറ്റിക്കിനേക്കാൾ മോർ ഓവർ അല്ലാണ്ട് തന്നെ ഈ വെള്ളത്തിൽ കലക്കി കുടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്.
സോ സെഡേഷൻ, നംനെസ്, ഹാലൂസിനേഷൻ ഒക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഡിസോറിയൻറ്റേഷൻ, ഡിറ്റച്ച്മെൻറ്റ്, നേരത്തെ പറഞ്ഞ എല്ലാ സാധനം, അംനീഷ്യ, നൗസിയ, ഹാർട്ട് റേറ്റ് കൂടുക, ഡിസ്നസ് ഉണ്ടാവുക, അതൊക്കെ തന്നെയാണ്. കോമൺലി നോൺ സ്പെസിഫിക് കെ, കാറ്റ് ട്രാൻസ്ക്ലേസ്, കിറ്റ് കാറ്റ്. സോ കോമൺലി അറിയുന്നത് സ്പെഷ്യൽ കെ അല്ലെങ്കിൽ കാറ്റ് ട്രാൻസ്ക്ലേസ്, കിറ്റ് കാറ്റ് എന്നൊക്കെ അറിയുന്നത്. അതുകൊണ്ട് വല്ലയിടത്തും പോയിട്ട് വല്ല മറ്റേ ബാറിലൊക്കെ പോയിട്ട് കിറ്റ് കാറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കളയരുത്. അത് ഉദ്ദേശം കീറ്റാമൈൻ ചോദിക്കുന്നതാണ് കേട്ടോ. സോ ടോളറൻസ് പെട്ടെന്ന് ഉണ്ടാവും. ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ക്രോണിക് യൂസേഴ്സിൽ കാണാറുണ്ടെന്ന് പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. കീറ്റാമൈൻ നമ്മൾ ഓൾറെഡി ജനറൽ അനസ്തറ്റിക്സ് പഠിക്കുന്നതുകൊണ്ട് ഇവിടെ അത്രയധികം പഠിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചോദിക്കത്തില്ല. LSD മാത്രമേ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളൂ, ബാക്കിയൊന്നും അങ്ങനെ അധികം എടുത്ത് ചോദിക്കത്തില്ല. ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്, ഒന്നുമില്ല. അപ്പം എല്ലാം ഡ്രഗിൻ്റെ പേര് മാത്രം പഠിച്ചാൽ മതി, അല്ലാണ്ട് യൂസൊക്കെ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അധികം ഒന്നും വരാൻ ചാൻസ് കുറവാണ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ നെക്സ്റ്റ് ഇതാണ് ബൈ ദ ബൈ.